ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ നോമ്പുതുറ സ്പെഷ്യൽ കട്ട്ലറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കട്ട്ലറ്റ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ചൂടായ പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഓയിൽ നല്ലതുപോലെ തന്നെ ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മുടെ വലിയ ജീരകം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കടുകൊന്നും വേണ്ട, പെരുംജീരകം മാത്രം മതി. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ചോപ്പ് ചെയ്തതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ചൊരു 1/4 ടീസ്പൂണിൽ അത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് അതുപോലെ അങ്ങ് ചോപ്പ് ചെയ്തിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ കളർ മാറുന്ന വരെ നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ മാത്രം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് സവാള കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു വലിയ സവാള ചോപ്പ് ചെയ്തതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സവാളയുടെ കൂടെ തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു പച്ചമുളകായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനെ നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ സവാളയൊക്കെ നല്ലതുപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്, കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കപ്സ മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അഥവാ നിങ്ങളെ കയ്യിൽ കപ്സ മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ മസാലയോ അതല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണി മസാലയോ അതല്ല ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ നിങ്ങൾ വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ ഒരു നുള്ള് കാശ്മീരി ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിൽ താഴെ മുളക് പൊടി കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നിങ്ങൾ ഇളക്കി കൊടുക്കണം. മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇടാൻ മറക്കണ്ട, പൊടികൾ കരിഞ്ഞു പോകും കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്രൈ ചെയ്ത ചിക്കന് മിക്സിയുടെ ജാറിലിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് അതായത് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ടാണ് ഇതിൽ ഞാൻ കുരുമുളക് പൊടിയൊന്നും ആഡ് ചെയ്യാതിരുന്നത്. കാരണം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുരുമുളക് പൊടിയെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്നും ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി നല്ലതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അഥവാ നിങ്ങളെ കയ്യിൽ ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു 3 മുട്ടയോ 4 മുട്ടയോ പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലതുപോലെ അങ്ങ് സോർട്ട് ചെയ്തെടുത്താലും മതി ഇതിന് പകരം കേട്ടോ. എന്നിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ പ്രധാന ഐറ്റമായ നമ്മുടെ ഉരുളക്കിഴങ്ങുണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു 3 ഉരുളക്കിഴങ്ങ്, മീഡിയം വലിപ്പമുള്ള ഒരു 3 ഉരുളക്കിഴങ്ങായിരുന്നു കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ തന്നെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ പൊട്ടറ്റോ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ പൊട്ടറ്റോ കുക്ക് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് ഉപ്പ് ഉണ്ടാവും നമ്മുടെ കട്ട്ലറ്റിന്. അതുകൊണ്ട് സവാള വഴറ്റുന്ന സമയത്ത് ഒന്നങ്ങ് ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ. അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്തും ഉപ്പ് ചേർത്തിട്ടല്ലേ നമ്മൾ ഫ്രൈ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ടാവും നമ്മുടെ കട്ട്ലറ്റിന്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കണ്ട. എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇതിൽ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അഥവാ മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്തിട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ട്ലറ്റിൻ്റെ മിക്സിങ് റെഡിയായി കഴിഞ്ഞു. ഇനി ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിനെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോട്ട് ആക്കിയെടുക്കുക. ഒരുപാട് വലിയ കട്ട്ലറ്റ് അല്ല കേട്ടോ, ചെറിയ ചെറിയ കട്ട്ലറ്റാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. ഇനി അഥവാ വലിയ കട്ട്ലറ്റ് വേണമെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിതെല്ലാം കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോട്ട് ആക്കിയെടുക്കാം. നമ്മുടെ കട്ട്ലറ്റിൻ്റെ വലിപ്പം ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ചും കൂടെ വലിപ്പം വേണമെങ്കിൽ അതിനനുസരിച്ച് എടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം അതുപോലെ ആക്കിയെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ. എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ കട്ട്ലറ്റ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ 2 മുട്ട ഒരു ബൗളിന് അതോട്ട് പൊട്ടിച്ചൊഴിക്കാം. റമദാൻ മാസമായതുകൊണ്ട് എല്ലാവരും വീടുകളിലും വൈകുന്നേരം ഓരോ ദിവസം ഓരോ ഐറ്റം ആണല്ലോ പരീക്ഷിക്കാറ്. ഒരു ഐറ്റം മാത്രമല്ല, ഒന്നിലധികം ഐറ്റം നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല റെസിപ്പികൾ തന്നെയാണ് കേട്ടോ നമ്മൾ പരീക്ഷിക്കാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ കാണാൻ മറക്കണ്ട. 2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ നല്ലതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുന്നത്.
അങ്ങനെ മുട്ടയുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് വേണ്ടത്. ബ്രെഡ് ക്രംസ് ഞാൻ ഓൾറെഡി ആദ്യം തന്നെ റമദാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു കവർ ബ്രെഡ് മേടിച്ചിട്ട് പൊടിച്ച് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ആക്കി വെക്കാറുണ്ട് കേട്ടോ. അതിൽ നിന്ന് നമുക്ക് കുറച്ചെടുക്കാം. അങ്ങനെ കുറച്ച് മാത്രം എന്താ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കോട്ടിംഗ് ആണ്. അതായത് കട്ട്ലറ്റ് എടുക്കുക, മുട്ടയിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാം അങ്ങനെ ചെയ്യാം. ഇനി നമുക്കിതാ എല്ലാ കട്ട്ലറ്റും ഇതുപോലെ ആക്കി എടുക്കണം കേട്ടോ. വേറെ പണിയൊന്നുമില്ല, എളുപ്പം തന്നെയാണ്. മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ട്ലറ്റിൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഫ്രൈയിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കട്ട്ലറ്റ് എല്ലാം ഇതുപോലെ ആക്കി എടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നല്ലതുപോലെ തന്നെ ചൂടായി വന്നപ്പോൾ നമ്മൾ കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. ഒരുപാട് അങ്ങ് ലോ ഫ്ലെയിമിലാക്കരുത്, കാരണം എണ്ണ കുടിക്കും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. റമദാൻ മാസത്തിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് പകരം മുട്ട ചേർത്താലും മതി കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഞാൻ അതിൻ്റെ വീഡിയോ ഒരു ദിവസം ഇടുന്നതായിരിക്കും കേട്ടോ. ആ ഒരു കട്ട്ലറ്റിൻ്റെ വീഡിയോയും കൂടി ഇട്ട് ഷെയർ ചെയ്ത് തരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ്. നമ്മൾ മുട്ടയാണ് ഇതിന് പകരം ചേർക്കുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ് തന്നെയായിരിക്കും. ഇത് നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ് അവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടേ. എല്ലാവരും ഈ ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ കേട്ടോ, ഫീഡ്ബാക്കും കൂടി അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ടൊക്കെ നമുക്ക് റമദാൻ മാസത്തിൽ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.